Hi my dear friends, welcome to my channel Biology for All. Today we are going to discuss the 19th part of the previous year question paper for the post scientific biology for science laboratory. Okay, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 19ാമത്തെ ഭാഗമാണ്. നേരത്തെ ഫോൺ സയൻസ് ലബോറട്ടറിയിലെ സയൻറ്റിഫിക് ഓഫീസർ എന്ന തസ്തികയിലേക്ക് പരീക്ഷ PSC നടത്തിയുണ്ടായല്ലോ, അതിൻ്റെ ആ ചോദ്യ പേപ്പറിൻ്റെ 19ാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, 86 മുതൽ 90 വരെയുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ 2 ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ബയോസ്റ്റാറ്റിക്സിൽ നിന്നും ബാക്കിയുള്ള 3 ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ബയോ ഫിസിക്സിൽ നിന്നുമാണ്. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങിയാലോ. സ്റ്റാർട്ട്. ഓക്കെ, 86ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എ സർക്കിൾ ഡിവൈഡഡ് ഇൻറ്റു സെക്ടേഴ്സ് പ്രൊപ്പോർഷണൽ ടു ദ ഫ്രീക്വൻസി ഓഫ് ഐറ്റംസ് ഷോൺ ഈസ് കോൾഡ് എ ബാർ ചാർട്ട്, B pie chart, C frequency polygon, D histogram. ഓക്കെ, നിങ്ങൾ ഈ 4 ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ബയോസ്റ്റാറ്റിക്സിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ബയോസ്റ്റാറ്റിക്സിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള ഗ്രാഫുകളുടെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ബ്രീഫായിട്ട് ബയോസ്റ്റാറ്റിക്സിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഗ്രാഫ് ചാർട്ട് ഏതൊക്കെയാണെന്നും എന്തൊക്കെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്നും നമുക്കൊന്ന് ബ്രീഫായിട്ട് നോക്കിയാലോ. ഓക്കെ, അതിനുശേഷം നമുക്ക് ഉത്തരത്തിലോട്ട് വരാം. ഓക്കെ, ലെറ്റ് us discuss the types of chart and graph in statics, especially in biostatics in brief. ഓക്കെ, ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന ബാർ ഗ്രാഫാണ്. എന്താണ് ഈ ബാർ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ? ബാർ ഗ്രാഫ് ഈസ് എ ചാർട്ട് ദാറ്റ് uses either horizontal or vertical bars to show comparison between categories. ഓക്കെ, കാറ്റഗറി തമ്മിലുള്ള കമ്പാരിസന് വേണ്ടി നമ്മൾ ബാറിൻ്റെ രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ചാർട്ടുകൾ വിളിക്കുന്ന പേരാണ് ബാർ ഗ്രാഫ്. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾക്ക് വെർട്ടിക്കൽ ബാർസോ അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ബാർസുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെയുള്ള ആ ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് ബാർ ഗ്രാഫ്. നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ പലതരത്തിലുള്ള ഇൻ്റർപ്രിട്ടേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ബാർ ഗ്രാഫ്. ഓക്കെ, കണ്ടോ, ഇവിടെ നമ്മൾ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു ബാർ ഗ്രാഫിനെയാണ്. അവിടെ എക്സ് ആക്സിൽ കാറിൻ്റെ കളറിനെ നമ്മൾ കൊടുത്തിരിക്കുന്നു, Y ആക്സിൽ നമ്മൾ നമ്പർ ഓഫ് കാർസ് സോൾഡ് വിറ്റയച്ച കാറുകളുടെ എണ്ണത്തെയാണ്. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു സിമ്പിൾ എക്സാമ്പിളിനെ പറഞ്ഞിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, നോക്കിയ ബാർ ചാർട്ടിന് പലതരത്തിലുണ്ട്. സിംഗിൾ ബാർ ചാർട്ടുണ്ട്, സിംഗിൾ അതിന് നമ്മൾ വെർട്ടിക്കൽ ബാർ ചാർട്ട് എന്ന് പറയാറുണ്ട്. മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബാർ ചാർട്ടുണ്ട്, സ്റ്റാക്കഡ് ആയിട്ടുള്ള ബാർ ചാർട്ടുണ്ട്. ഓക്കെ, ഈ ചിത്രത്തിൽ കാണുന്നത് പലതരത്തിലുള്ള ബാർ ചാർട്ടുകളെയാണ്. ഓക്കെ, അടുത്ത ഒരു തരത്തിലുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഹിസ്റ്റോഗ്രാം. ഓക്കെ, എന്താണ് ഹിസ്റ്റോഗ്രാം എന്നും അത് എത്ര തരത്തിലുണ്ടെന്ന് നമുക്ക് നോക്കിയാലോ. ഓക്കെ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത നമ്മുടെ ബാർ ചാർട്ടിനെ അപേക്ഷിച്ച് ഹിസ്റ്റോഗ്രാമിനുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് യൂസർ ഫ്രണ്ട്ലി ആണ്. നമുക്ക് നേരത്തെ നമ്മൾ നോക്കിയ ബാർ ചാർട്ടിൽ നമുക്ക് ലിമിറ്റ്സ് കാണാൻ പറ്റത്തില്ല, പക്ഷേ ഇവിടെ നമുക്ക് ലിമിറ്റ് സെറ്റ് ചെയ്തുകൊണ്ട് വലിയ ഡേറ്റകളെ നമുക്ക് സമ്മറൈസ് ചെയ്യാൻ പറ്റും. നോക്കി, histogram is a graphical representation that is helpful to organize and display the data in more user-friendly format. Okay, it helps in comparing process within a specified limit. കണ്ടോ, ആ സ്പെസിഫൈഡ് ലിമിറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സ്പെസിഫൈഡ് ലിമിറ്റിൽ നിന്നുകൊണ്ട് തന്നെ വലിയ ഡേറ്റകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സമ്മറൈസ് ചെയ്യാൻ പറ്റും. ഇത് സമ്മറൈസസ് ലാർജ് ഡേറ്റ ആൻഡ് ഇറ്റ് അസിസ്റ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, ഡിസിഷൻ മേക്കിംഗ് ആയിട്ടുള്ള വലിയ റിസർച്ച് പ്രോജക്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കൺക്ലൂഷനിലെത്താൻ പറ്റും. ഓക്കെ, നമുക്കിവിടെ നേരത്തെ നമ്മൾ പഠിച്ച ബാർ ഡയഗ്രത്തിനെ പോലെ തന്നെ നമുക്ക് ഇവിടെ ഡേറ്റകളെ ബാറായിട്ട് തന്നെയാണ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ നോക്കി, നേരത്തെ അവിടെ നമ്മുടെ ബാർ ഡയഗ്രാം പഠിച്ചപ്പോൾ അവിടെ എന്തില്ലായിരുന്നു? ലിമിറ്റ്സ്. ഇവിടെ ലിമിറ്റ്സ് ഉണ്ട്, കണ്ടോ, 20 മുതൽ 30, 20 to 30, 30 to 40, 40 to 50, 50 to 60, കണ്ടോ. അപ്പം ഈ ലിമിറ്റുകളിൽ ധാരാളം ഡേറ്റ ഉണ്ട്. ആ ഡേറ്റകളെയാണ് ഈ വെർട്ടിക്കൽ ബാർസ് കൊണ്ട് നമ്മൾ സമ്മറൈസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ലിമിറ്റ് സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഫ്രീക്വൻസി പറയുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇങ്ങനെയുള്ള ഗ്രാഫുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹിസ്റ്റോഗ്രാം എന്ന് വിളിക്കുന്നത്. മറക്കരുത്, യൂസർ ഫ്രണ്ട്ലിയാണ്. ഇവിടെ നമുക്ക് വിത്തിൻ ദ ലിമിറ്റ് നിന്നുകൊണ്ട് ലാർജ് ഡേറ്റയെ സമ്മറൈസ് ചെയ്ത് കൺക്ലൂഷനിലെത്താൻ സാധിക്കും. ഇറ്റ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, കണ്ടോ, ഇവിടെ കാണിച്ചിരുന്ന ഈ ഗ്രാഫ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹിസ്റ്റോഗ്രാമിന് ഒരു ടിപ്പിക്കൽ എക്സാമ്പിളാണ്. അടുത്തായിട്ട് നമുക്ക് ഫ്രീക്വൻസി പോളിഗൺ എന്താണെന്ന് നോക്കിയാലോ.
ഓക്കെ, നമുക്കിനി ഫ്രീക്വൻസി പോളിഗൺ എന്താണെന്ന് നോക്കിയാലോ. നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബാർ ഡയഗ്രാം ആയാലും കൊള്ളാം, ഹിസ്റ്റോഗ്രാം ആയാലും കൊള്ളാം, അവിടെയൊക്കെ നമ്മൾ വെർട്ടിക്കൽ ബാറായിട്ടാണ് ഡേറ്റകളെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ലൈൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഡേറ്റയെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ലൈറ്റ് ഇങ്ങനെ റൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ലൈൻസിൽ നമുക്ക് ചെറിയ ചെറിയ ഹൈറ്റുകൾ കാണാൻ പറ്റും. ഓക്കെ, ആ ഹൈറ്റുകൾ എന്ന് പറയുന്നത് എന്താണ്, ഹയസ്റ്റ് ഓഫ് ദി പോയിൻ്റ് ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫ്രീക്വൻസി പോളിഗണിൽ നിങ്ങൾക്ക് വെർട്ടിക്കൽ ബാറൊന്നും കാണാൻ പറ്റില്ല, ഹൊറിസോണ്ടൽ ബാറൊന്നും കാണാൻ പറ്റില്ല. ഇൻസ്റ്റഡ് യു പീപ്പിൾ ക്യാൻ സി വാട്ട്, ലൈൻസ് റണ്ണിങ് ഇൻ എ പർട്ടിക്കുലർ പാറ്റേൺ വിത്ത് ഹൈറ്റ്സ്. ഓക്കെ, ആൻഡ് ടു കൺസ്ട്രക്റ്റ് എ ഫ്രീക്വൻസി പോളിഗൺ ഫസ്റ്റ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ മിഡ് പോയിൻ്റ് ഓഫ് ഈച്ച് ക്ലാസ്. ഓരോ ക്ലാസ്സിലെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ലിമിറ്റ് എന്ന് പറയുന്നത് അതിന് നമുക്കിവിടെ ക്ലാസ് ആയിട്ട് പറയാം. ആ ക്ലാസ്സിൻ്റെ മിഡ് പോയിൻറ്റ് കാണണം, വാല്യൂസിനെ എക്സിലും വൈയിലും നമ്മൾ പ്ലോട്ട് ചെയ്യണം. സാധാരണഗതിയിൽ എക്സ് ആക്സിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് എന്തായിരിക്കും, ഓരോ ക്ലാസ്സിൻ്റെ മിഡ് പോയിൻറ്റിനെ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ അതിനുപയോഗിക്കുന്ന സ്കെയിലിനെയാണ് വൈ ആക്സിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ എക്സ് വാല്യൂസിൻ്റെ മിഡ് പോയിൻറ്റും വൈ ആക്സിലുള്ള ഫ്രീക്വൻസിയും ഉപയോഗിച്ചുകൊണ്ടാണ് ഫ്രീക്വൻസി പോളിഗണെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിങ്ങനെ കണക്റ്റഡ് പാറ്റേണിൽ പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് നേരത്തെ പഠിച്ചു കഴിഞ്ഞാൽ ഹിസ്റ്റോഗ്രാമിലും അതുപോലെ തന്നെ ബാർ ഡയഗ്രത്തിലും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വെർട്ടിക്കലും ഹൊറിസോണ്ടലുമായിട്ടുള്ള ബാറിന് പകരം നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും, ലൈൻസ് ആയിരിക്കും. ആ ലൈൻസിൻ്റെ ചില പ്രത്യേക പോയിൻറ്റുകൾ ഉയർന്നു നിൽക്കും, കൂർത്തു നിൽക്കും. അതെന്തിനെ റെപ്രസെൻറ്റ് ചെയ്യും, അത് ഹൈറ്റ്സ് ഓഫ് ദി വാല്യൂവിനെ റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് വലിയ വലിയ ഡേറ്റകൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സമ്മറൈസ് ചെയ്യാൻ ഇതും ഉപയോഗിക്കാം. ഓക്കെ, നോക്കി ഇവിടെ നമ്മൾ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്ന ഈ ഡയഗ്രാം റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഫ്രീക്വൻസി പോളിഗൺ കർവിനെയാണ്. ഓക്കെ, കണ്ടോ, അവിടെ നമുക്ക് ഒരു കൂർത്ത ഭാഗം കാണാൻ പറ്റും. അതാണ് ഹൈറ്റ്സ് ഓഫ് ദി പോയിൻറ്റ് അല്ലെങ്കിൽ ഹൈറ്റ്സ് ഓഫ് ദി വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഒഗൈവ്സ്. ഇത് നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പോളിഗൺ എന്നും പറയാറുണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കിയാലോ. ഓക്കെ, ഒഗൈവ് അഥവാ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പോളിഗൺ കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. അവിടെ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിക്കാണ്. ഓരോ ക്ലാസ്സിൻ്റെയും സാധാരണയുള്ള ഫ്രീക്വൻസിയിൽ അഡിറ്റീവ് ഫ്രീക്വൻസി വിളിക്കുന്ന പേരാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ ഒരു ഒഗൈവ് ഉണ്ടാക്കണമെങ്കിൽ എന്താ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഫൈൻഡ് ദ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ഈച്ച് ക്ലാസ്. നമ്മളതിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം ആദ്യം. ഡ്രോ ദ എക്സ് ആൻഡ് വൈ ആക്സിസ്, ലേബിൾ ദ എക്സ് ആക്സിസ് വിത്ത് ദ ക്ലാസ് ബൗണ്ടറീസ്. ആ എക്സ് ആക്സിനെ ക്ലാസ് ബൗണ്ടറി കൊണ്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. ലേബിൾ ദ വൈ ആക്സിസ് വിത്ത് ആൻ അപ്രോപ്രിയേറ്റ് ഫ്രീക്വൻസി. അപ്രോപ്രിയേറ്റ് ഫ്രീക്വൻസി നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ മിയറായിട്ട് ഫ്രീക്വൻസി എഴുതുകയല്ല ചെയ്യുന്നത്, ആക്ച്വൽ ഫ്രീക്വൻസി അല്ല എഴുതുന്നത്. നമ്മൾ എഴുതുന്നത് എന്താണ്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്. ഓക്കെ, അപ്പം ഇവിടെ ഓർമ്മിക്കേണ്ട കീ ടേം എന്താ, നമ്മുടെ ഒഗൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വി ആർ ഗിവിങ് മോർ ഇമ്പോർട്ടൻസ് ടു വാട്ട്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, നോട്ട് ദ ആക്ച്വൽ ഫ്രീക്വൻസി. ഓക്കെ, കണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ സാധാരണഗതിയിൽ ഒരു ഒജൈവ് ഗ്രാഫ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പോളിഗൺ ഇരിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മളിത് എപ്പോഴും കാണുന്നത് നമ്മുടെ ക്രിക്കറ്റ് നടക്കുന്ന സമയത്ത് ഡേറ്റകളെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കോമൺലി യൂസ് ചെയ്യുന്ന ഗ്രാഫ് ഈ ഒജൈവ് ഗ്രാഫാണ്. ഓക്കെ, അനദർ ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഈസ് പൈ ചാർട്ട്. അപ്പോൾ നമുക്ക് ഇനി പൈ ചാർട്ട് എന്താണെന്ന് നോക്കിയാലോ. ഓക്കെ, പൈ ചാർട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും, കാരണം അത് എപ്പോഴും ഒരു സർക്കിളിൻ്റെ രൂപത്തിലായിരിക്കും. നോക്കി, എ പൈ ചാർട്ട് മേക്സ് യൂസ് ഓഫ് സെക്ടേഴ്സ് ഇൻ എ സർക്കിൾ. ദ ആംഗിൾ ഓഫ് സെക്ടർ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഫ്രീക്വൻസി ഓഫ് ദി ഡേറ്റ. കണ്ടോ, അപ്പോൾ ഇവിടെ നമ്മൾ സർക്കിളിനെ പല സെക്ടേഴ്സായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ആ സെക്ടേഴ്സിൻ്റെ ആംഗിൾ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഡേറ്റയുടെ ഫ്രീക്വൻസിയും കൂടും. ഓക്കെ, അപ്പം ഫ്രീക്വൻസി കൂടുതലുള്ള ഡേറ്റയാണ് എങ്കിൽ അതിന് ആ സർക്കിളിൻ്റെ ഭൂരിഭാഗം ഏരിയയും ഒക്കുപ്പൈ ചെയ്യുന്നത് ആ ഫ്രീക്വൻസി കൊണ്ടായിരിക്കും. ഓക്കെ, അപ്പം കൂടുതൽ സെക്ടർ ഉൾക്കൊള്ളുന്നത് ആ വലിയ ഫ്രീക്വൻസി ആയിരിക്കും. ഓക്കെ, എ പൈ ചാർട്ട് ഈസ് എ ഗുഡ് വേ ഓഫ് ഡിസ്പ്ലേയിങ് ഡേറ്റ വെൻ യു വാണ്ട് ടു ഷോ ഹൗ സംതിങ് ഈസ് ഷെയർഡ് ഓർ ഡിവൈഡഡ്. ഓക്കെ, നമ്മൾ എന്തെങ്കിലും ഡേറ്റകൾ നമ്മൾ ഒരു കോമൺ കാറ്റഗറി നമ്മൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷന് ഏറ്റവും നന്നായിട്ട് നമുക്ക് പറയാനും ഉപയോഗിക്കാനും കഴിയുന്നതാണ് ഈ പൈ ചാർട്ട്. ഓക്കെ, മറക്കരുത്, സർക്കിളിൻ്റെ രൂപത്തിലായിരിക്കും. ഓക്കെ, ഇതാണ് പൈ ഡയഗ്രം അഥവാ പൈ ചാർട്ടിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഇവിടെ കൊടുത്തിരിക്കുന്നത്
ഓരോ ഇയറിൽ എത്രമാത്രം പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻറ്റ് വിജയിച്ചു എന്നുള്ളതാണ്. കണ്ടോ, ആ ബ്ലൂ കളർ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആ സെക്ടർ നോക്കി, ആ സെക്ടറിൻ്റെ ആംഗിളാണ് ഏറ്റവും കൂടുതൽ, അല്ലേ, ആംഗിൾ വാല്യൂ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ 42% സ്റ്റുഡൻസ് ജയിച്ച വർഷം ഏതാ? ഫസ്റ്റ് ഇയറിലാണ്. സെക്കൻഡ് ഇയറിലോ 23%, തേർഡ് ഇയറിലോ 35%. അപ്പോൾ ഏറ്റവും കുറഞ്ഞ കുട്ടികൾ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ പെർസെൻറ്റേജ് കുട്ടികൾ ജയിച്ച വർഷം ഏതാണ്? റെഡ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സെക്കൻഡ് ഇയർ ആണ്. ഓക്കെ, പൈ ഡയഗ്രം വരയ്ക്കണമെങ്കിൽ നമുക്ക് ഓരോ സെക്ടറിനും കൊടുക്കേണ്ട ആംഗിൾ എത്രയാണെന്ന് കണ്ടെത്തണ്ടേ? അതിന് കാണാനുള്ള ഫോർമുലയാണ് ആംഗിൾ ഓഫ് സെക്ടർ ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഓഫ് ദി ഡേറ്റ ഡിവൈഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി ഇൻറ്റു 360 ഡിഗ്രി. ഓക്കെ, ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിൽ പഠിക്കാനുള്ളത് പിക്ടോഗ്രാമാണ്. എന്താണ് പിക്ടോഗ്രാം എന്ന് നമുക്ക് നോക്കിയാലോ? ഓക്കെ, വാട്ട് യു മീൻ ബൈ പിക്ടോഗ്രാം? വെൻ the frequency of data is represented in the form of pictures or symbol. Such a type of graphical representation can be called as pictogram or pictograph. ഓക്കെ, ചിത്രങ്ങളുടെ സഹായത്തോടു കൂടിയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്, സാധാരണ കോമൺ മാന് വരെ മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് പിക്ടോഗ്രാം. ഓക്കെ, അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ഗ്രാഫുകൾ ഏതൊക്കെയാണെന്നും അവരുടെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനിയും ക്വസ്റ്റ്യനിലോട്ട് കടന്നാലോ? A circle divided into sectors proportional to the frequency of item shown is called. നിങ്ങൾക്കറിയാം, സർക്കിളിൻ്റെ രൂപത്തിലാണ് ഗ്രാഫിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. മാത്രമല്ല അവിടെ സെക്ടേഴ്സ് കാണാൻ പറ്റും. ആ സെക്ടേഴ്സിൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ടുള്ള ആംഗിൾസ് കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഏതാ ഗ്രാഫ്? ഇനി നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യാണ്. ഉത്തരം എന്താ? ബി, പൈ ചാർട്ട്. ഓക്കെ, ഹിയർ ഈസ് യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി? താഴെ പറഞ്ഞവർ സെൻട്രൽ ടെൻഡൻസിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ മീൻ, ഓപ്ഷൻ ബി മോഡ്, ഓപ്ഷൻ സി റേഞ്ച് ആൻഡ് ദ ലാസ്റ്റ് ഓപ്ഷൻ ഈസ് മീഡിയൻ. അപ്പോൾ നമുക്ക് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്താണെന്ന് നോക്കിയാലോ? മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആർ നത്തിങ് ബട്ട് സിംപ്ലി ആവറേജസ്. ഓക്കെ, ആവറേജസിനെയാണ് നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിനെ അങ്ങനെ വിളിക്കാനുള്ള കാരണം ഇതാണ്. നോക്കി, നമ്മുടെ ഒരുപാട് വാല്യൂ ഇങ്ങനെ കിടക്കുകയാണ് എങ്കിൽ ആ വാല്യൂവിൽ ഈ സെൻട്രൽ പാർട്ടിലുള്ള വാല്യൂയുടെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്നത് പറഞ്ഞു തരുന്നത് കൊണ്ടാണ് നമ്മളതിനെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് വിളിക്കുന്നത്. ദ ഗിവ്സ് ആൻ ഐഡിയ അബൌട്ട് ദ കോൺസെൻട്രേഷൻ ഓഫ് വാല്യൂസ് ഇൻ ദ സെൻട്രൽ പാർട്ട് ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ആ സെൻട്രൽ പാർട്ടിൽ ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ച് കിടക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? ഓക്കെ, അപ്പം ദേ ആർ പ്രൊവൈഡിങ് സം idea about the value which is in the middle of the distribution pattern. Okay, അപ്പം ഈ സെൻട്രൽ ടെൻഡൻസി എന്ന് പറയും, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത് എന്താണ്? ദേ ഗിവ് us some idea about the tendency of those value which is distributed at the central region of the distribution. Okay, അപ്പം താഴെ പറയുന്ന തരത്തിലുണ്ട് ഈ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Measures of central tendency commonly include arithmetic mean, median, mode, geometric mean, harmonic mean, weighted mean, ഇങ്ങനെയൊക്കെ പലതരത്തിലുണ്ട്. പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ മീൻ, മോഡ്, മീഡിയൻ, M³ എന്നാണ് അതിൻ്റെ കോഡ്. മീൻ, മോഡ്, മീഡിയൻ, എമ്മിൽ തുടങ്ങുന്ന 3 വേർഡ്സാണ് മീൻ, മോഡ്, മീഡിയൻ. ഇതുവരെയാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. ആ മീനെയാണ് പലതായിട്ട് അരിത്തമെറ്റിക് മീൻ എന്നും ജോമെട്രിക് മീൻ എന്നും ഹാർമോണിക് മീൻ എന്നും പിന്നെ അതുപോലെ തന്നെ വെയ്റ്റഡ് മീൻ എന്നൊക്കെ വിളിക്കുന്നത്. ഓക്കെ, ഈ ചാർട്ട് നോക്കിയതിൽ നമുക്ക് കാണാൻ പറ്റും മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി പ്രധാനമായിട്ടും എമ്മിൽ തുടങ്ങുന്ന 3 വാക്കുകളാണ്: മീഡിയൻ, മീൻ, മോഡ്. കണ്ടോ, എന്താ മീഡിയൻ എന്ന് പറഞ്ഞാൽ? ദ മിഡിൽ വാല്യൂ ഓഫ് ദ ഡേറ്റ. ആ മിഡിൽ വാല്യൂ ഓഫ് ദ ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ ഒരുപാട് വാല്യൂസ് ഉണ്ടെങ്കിൽ അതിൽ മിഡിൽ വരുന്ന വാല്യൂ ഏതാണ്? അതാണ് മീഡിയൻ. ഓക്കെ, ഇനി മീൻ, ദി ആവറേജ് ഓഫ് ദ ഡേറ്റ. എല്ലാ ഡേറ്റ വാല്യൂസിനെയും നമ്മൾ സം ചെയ്തിട്ട് അതിൻ്റെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആവറേജിന് വിളിക്കുന്ന പേരാണ് മീൻ. ഓക്കെ, മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോസ്റ്റ് കോമൺലി ഒക്കറിങ് വാല്യൂ. അത് മോസ്റ്റ് റെപ്പറ്റേറ്റീവ് വാല്യൂ, ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വരുന്ന വാല്യൂ ആണ് മോഡ്. മറക്കരുത്. മീഡിയൻ എന്ന് പറഞ്ഞാൽ ആ കൃത്യം മിഡിലിൽ കിടക്കുന്ന വാല്യൂ, അതാണ് മീഡിയൻ. കേട്ടോ, മീഡിയൻ മീൻസ് വാട്ട്? മിഡിൽ. മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സിംപിളി ഇത് ആവറേജ്. മറ്റേത് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? മോഡ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് റെപ്പറ്റേറ്റീവ് വാല്യൂ, ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെടുന്ന വാല്യൂ. ഓക്കെ, ഇനി ഒന്ന് ക്വസ്റ്റ്യൻ നോക്കി നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റും. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി? എമ്മിൽ തുടങ്ങുന്ന മീൻ, മോഡ്, മീഡിയൻ, ഇതുപോലെ 3 പേര് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയാണ്. മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് ആണ്, ടോട്ടൽ വാല്യൂസിനെ കൂട്ടിയിട്ട് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മീൻ കിട്ടും. മോഡ് എന്ന് പറയുന്ന മിഡിൽ കിടക്കുന്ന വാല്യൂ ആണ്. ഓക്കെ, ഇപ്പം 4, 5, 6, 7, 8
ഏതായിരിക്കും? നടുക്ക് കിടക്കുന്നത് 6 ആണ്. ഓക്കെ, അടുത്ത മീഡിയൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നോക്കി 4, 5, 6, 6, 6, 7 ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് 6, 6, 6 ആണ് അല്ലേ? 6 ആണ് മീഡിയൻ. കണ്ടോ? ഇനി റേഞ്ച് ഇതിൽ വരുന്നില്ല. കാരണം എന്താ? റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പർ വാല്യൂവും ലോവർ വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അത് പറഞ്ഞു തരാം എന്താണെന്ന്. ഇവിടെ ഡിസ്ട്രിബ്യൂഷനിലെ നമ്പേഴ്സ് ആണ്, വാല്യൂസ് ആണെന്ന് വിചാരിച്ചാൽ 1, 2, 3, 4, 5. എന്താ റേഞ്ച്? ലോവസ്റ്റ് വാല്യൂ 1 ആണ്, ഹയസ്റ്റ് വാല്യൂ 5 ആണ് അല്ലേ? അപ്പം 5 - 1 എന്തായിരിക്കും? 4 ആണ് ആ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ്. അപ്പോൾ ആ 4 എന്ന് പറയുന്നത് ഒരിക്കലും സെൻട്രൽ ടെൻഡൻസി അല്ല. അപ്പോൾ റേഞ്ച് ഈസ് നോട്ട് കൺസിഡർ ആസ് എ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, റേഞ്ച്. Okay, the next question is, in molecular exclusion chromatography, separation of compound is on the basis of option A, selective binding character, option B, shape, option C, electrical charge, and the last option D is size. What do you mean by chromatography? Chromatography is a technique which is widely used to separate biomolecules. Hence, it is commonly called as a separation technique. Okay. അപ്പം ബയോമോളിക്കുളെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ക്രൊമാറ്റോഗ്രഫി. അതുകൊണ്ട് അതിനെ നമ്മൾ സെപ്പറേഷൻ ടെക്നിക്ക് എന്ന് വിളിക്കുന്നു. വേറൊരു സെപ്പറേഷൻ ടെക്നിക്കാണ് ഇലക്ട്രോഫോറസിസ്. ഇലക്ട്രോഫോറസിസ് മീൻസ് ദി സെപ്പറേഷൻ ഓഫ് ബയോമോളിക്യൂൾ, എസ്പെഷ്യലി ന്യൂക്ലിക് ആസിഡ് സച്ച് ആസ് DNA, RNA, then certain protein on the basis of their charge under electric field. അതിനെന്ത് വിളിക്കാം? നമുക്ക് ഇലക്ട്രോഫോറസ് എന്ന് വിളിക്കാം. ടിസലിയസ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് ആദ്യമായിട്ട് ഇലക്ട്രോഫോറസിസ് കണ്ടുപിടിച്ചത്. അത് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്താണ് ഈ മോളിക്യുലാർ എക്സ്ക്ലൂഷൻ ക്രോമാറ്റോഗ്രഫി എന്നും അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കിയാലോ. ഓക്കെ, ക്രോമാറ്റോഗ്രഫി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു സെപ്പറേഷൻ ടെക്നിക്കാണ്. ഇത് ആദ്യമായിട്ട് ഉപയോഗിച്ചത് പിഗ്മെൻറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അത് കളേർഡ് കോമ്പൗണ്ടിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിച്ചത്. എന്തിനു വേണ്ടിയായിരുന്നു അന്ന് ഉപയോഗിച്ചിരുന്നത് ഈ സെപ്പറേഷൻ ടെക്നിക്ക്? കളേർഡ് കോമ്പൗണ്ടിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് അതിനെ എഴുതുവാൻ വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ടാണ് അതിന് ക്രോമാറ്റോഗ്രഫി എന്ന് പേര് വരാൻ കാരണം. അത് ക്രോമ മീൻ കളർ, ഗ്രാഫിൻ മീൻസ് ടു റൈറ്റ്. ക്രോമാറ്റോഗ്രഫി ഇൻ ഓൾഡർ ഡേ it was used to separate color to write. That's why it's called as chromatography. Okay, and IUPAC definition എന്താണ്? Physical method of separation in which the components to be separated are distributed between two phases, one of which is stationary while the other moves in a definite direction. Okay, that is known as mobile phase. Okay, അതായത് ക്രൊമാറ്റോഗ്രഫിയിൽ നമ്മൾ മോളിക്യൂൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി 2 ഫേസുകൾ ഉപയോഗിക്കാറുണ്ട്. ഒന്നൊരു മൂവിങ് ഫേസ് ആയിരിക്കും, അതിന് മൊബൈൽ ഫേസ് എന്നും, ഒന്ന് മൂവ് ചെയ്യാതെ സ്റ്റേഷണറി ആയിട്ട് നിൽക്കുന്ന ഫേസ് ആയത് ഇമ്മൊബൈൽ ഫേസ് ആയതുകൊണ്ട് അതിനെ നമുക്ക് സ്റ്റേഷണറി ഫേസ് എന്നും വിളിക്കാം. ഓക്കെ, ആ സ്റ്റേഷണറി ഫേസ് എന്ന് പറയുന്നത് സോളിഡ് ആവാം, ലിക്വിഡ് ആവാം, അല്ലെങ്കിലോ ജെല്ലാവാം. ഓക്കെ, ലിക്വിഡ് എന്ന് ഉദ്ദേശിച്ചത് ലിക്വിഡ് സപ്പോർട്ടറാണ് സോളിഡ് ആയിരിക്കും. അടുത്തത് മൊബൈൽ ഫേസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് എയ്തർ എ ഗ്യാസ് ഓർ ലിക്വിഡ്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള മോളിക്യുലർ എക്സ്ക്ലൂഷൻ ക്രൊമാറ്റോഗ്രഫി തന്നെയാണ് സൈസ് എക്സ്ക്ലൂഷൻ ക്രൊമാറ്റോഗ്രഫി എന്നും ജെൽ ഫിൽട്രേഷൻ ക്രൊമാറ്റോഗ്രഫി എന്നും മോളിക്യുലർ സീവ് ക്രൊമാറ്റോഗ്രഫി എന്നൊക്കെ പല പേരിൽ വിളിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്താ? നമ്മളിവിടെ പ്രധാനമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്താ? മോളിക്യൂൾസ് ഗെറ്റ് സെപ്പറേറ്റഡ് അക്കോർഡിംഗ് ടു ദെയർ സൈസ്, ഷേപ്പ് ആൻഡ് മോളിക്യുലർ വെയ്റ്റ്. അക്കോർഡിംഗ് ടു ദെയർ സൈസ്, ഷേപ്പ് ആൻഡ് molecular weight. Okay, it is usually applied to large molecules or macromolecular complexes such as protein and industrial polymers. ഇതുമായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും വലിയ വലിയ മോളിക്യൂളുകളെയാണ്. അതായത് പ്രോട്ടീനും ഇൻഡസ്ട്രിയൽ പോളിമർ പോലുള്ള വലിയ വലിയ മോളിക്യൂളെയാണ്. ഓക്കെ, കണ്ടോ? അവിടെ നിന്ന് നിങ്ങൾക്ക് ഡയഗ്രത്തിൽ നമുക്ക് ആ മോളിക്യൂൾസിന് സൈസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആ പ്രിൻസിപ്പിൾ അല്പം കൂടി വ്യക്തമായി മനസ്സിലാക്കാൻ നോക്കി. നമ്മുടെ മോളിക്യുലർ എക്സ്ക്ലൂഷൻ ക്രൊമാറ്റോഗ്രഫി especially works on the basis of size of the molecule or molecular size. ഓക്കെ, നിങ്ങൾക്കറിയാം ഈ ക്രൊമാറ്റോഗ്രഫിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് മീഡിയം എന്ന ജെല്ലാണ്. ഓക്കെ, ജെൽസിൽ മൈന്യൂട്ടായിട്ടുള്ള പോഴ്സ് ദ്വാരങ്ങൾ കാണാൻ പറ്റും. ഓക്കെ, അതിന് നമ്മൾ ജെൽ ബീഡ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എപ്പോഴാണോ നമ്മുടെ ആ കോംപ്ലക്സ് മിക്സ്ചറിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ക്രൊമാറ്റോഗ്രഫി ഉപയോഗിക്കുന്നത്, അപ്പം സ്മാളർ മോളിക്യൂൾ ആ ചെറിയ ചെറിയ ദ്വാരങ്ങളിടയിലൂടെ കയറും. ഓക്കെ, പക്ഷേ വലിയ വലിയ മോളിക്യൂളോ ദ്വാരങ്ങളുടെ ഇടയിൽ കയറാൻ പറ്റില്ല. അഥവാ കയറിയാൽ തന്നെ പാർഷ്യലി എംബഡായിട്ട് ആയിരിക്കും. അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്തിൽ വലിയ വലിയ മോളിക്യൂളുകൾ പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്ത് താഴേക്ക് ഇറങ്ങും. അതായത് ബീഡ്സിൻ്റെ ഈ ദ്വാരങ്ങളുടെ ഇടയ്ക്ക് നല്ല വലിയ സ്പേസുകളുണ്ട്, അതിൽ കൂടെ കടന്നങ്ങ് പോകും. അല്ലേ, മനസ്സിലാവുന്നുണ്ടോ?
പക്ഷേ ഈ ദ്വാരങ്ങളിലൂടെ കടന്നു പോകുന്ന ആരായിരിക്കും? ചെറിയ ചെറിയ മോളിക്യൂൾസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവ സെപ്പറേറ്റ് ചെയ്യാൻ സമയമെടുക്കും. മറ്റേതാണെങ്കിൽ വലിയ വലിയ മോളിക്യൂൾ എന്ത് ചെയ്യും? പെട്ടെന്ന് ഒഴുകി താഴെ ഇറങ്ങും. ഓക്കെ, അപ്പോൾ നമ്മൾ മോളിക്കുലർ എക്സ്ക്ലൂഷൻ ക്രൊമാറ്റോഗ്രഫിയിൽ നമ്മൾ പറയേണ്ട കാര്യം ഇതാണ്: ലാർജർ മോളിക്യൂൾ ഗെറ്റ് സെപ്പറേറ്റഡ് മോർ ഫാസ്റ്റർ ദാൻ ദി സ്മാളർ വൺസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ദ മോളിക്കുലർ എക്സ്ക്ലൂഷൻ ക്രൊമാറ്റോഗ്രഫി മെയിൻലി വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് സൈസ്. ഷേപ്പിനൊക്കെ പ്രാധാന്യമുണ്ടെങ്കിൽ കൂടിയും ഏറ്റവും കൂടുതൽ പ്രാധാന്യം അറിയിക്കുന്ന പ്രിൻസിപ്പിൾ ഏത് തന്നെയാണ്? ദ പ്രിൻസിപ്പിൾ ഓഫ് സൈസ് തന്നെയാണ്. ദാറ്റ് ഈസ് ദി ലാർജർ മോളിക്യൂൾ ഗെറ്റ് സെപ്പറേറ്റഡ് മോർ ഫാസ്റ്റർ ദാൻ ദ സ്മാളർ വൺസ്. ഓക്കെ, ആ ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ ആൻസർ അറിയാം. ഇൻ മോളിക്കുലർ എക്സ്ക്ലൂഷൻ ക്രൊമാറ്റോഗ്രഫി, സെപ്പറേഷൻ ഓഫ് കോമ്പൗണ്ട് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് what? Mainly by size, but shape also play some important role, but the most appropriate and accurate answer is option D, size. Okay, 89th question നോക്കിയേ. UV visible spectrophotometer uses electromagnetic radiation whose wavelengths fall between option A 100 to 10,000 nanometer, option B 200 to 700 nanometer, option C 900 to 2000 nanometer, and the last option D is 50 to 100 nanometer. Okay, UV visible spectroscopy is also known as electronic spectroscopy. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ UV visible spectroscopy കാണുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് പേരാണ് UV visible spectrophotometer. ഓക്കെ, ആ UV visible spectroscopy ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റിനെയാണ് UV visible spectrophotometer എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ നോക്കിയേ, ഇൻ വിച്ച് ദ എമൗണ്ട് ഓഫ് ലൈറ്റ് അബ്സോർബ്ഡ് അറ്റ് ഈച്ച് വേവ് ലെങ്ത് ഓഫ് UV and visible region of electromagnetic spectrum is measured. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ചെയ്യുന്നത്, നമ്മൾ ഒരു മോളിക്യൂളിനെ നമ്മൾ സൊല്യൂഷൻ്റെ രൂപത്തിൽ, ഒരു കോമ്പൗണ്ടിനെ അല്ലെങ്കിൽ സൊല്യൂഷൻ്റെ രൂപത്തിൽ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ അതൊരു മിക്സ്ചർ ഓഫ് മോളിക്യൂളാണെന്ന് വിചാരിച്ചപ്പോൾ ഓരോ മോളിക്യൂളും ഓരോ റേഞ്ചിലുള്ള UV ലൈറ്റിനെയും വിസിബിൾ സ്പെക്ട്രത്തിലെ ലൈറ്റിനെയും അബ്സോർവ് ചെയ്യും. ഓക്കെ, അപ്പം അത് ഓരോന്നിനും യുണീക്കായിരിക്കും വെച്ചാൽ അങ്ങനെ നമുക്ക് ഏത് മോളിക്യൂളാണ് തിരിച്ചറിയാനും സാധിക്കും. ആ ഒരു ടെക്നിക്കാണ് UV visible സ്പെക്ട്രോസ്കോപ്പി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ ടെക്നിക്കിൽ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ അൾട്രാവയലറ്റ് റേഡിയേഷനെ അതുപോലെ തന്നെ വിസിബിൾ ലൈറ്റിനെയാണ്, അതായത് വിസിബിൾ സ്പെക്ട്രത്തിനെയാണ്. നമുക്കറിയാം വിസിബിൾ സ്പെക്ട്രം റേഞ്ച് ചെയ്യുന്ന ഏത് മുതൽ ഏതുവരെ? നാനോമീറ്റർ വരെയാണ്. 400 to 700 നാനോമീറ്റർ ആണ്. അല്ലെ വിബ്ജിയോർ വയലറ്റ് മുതൽ റെഡ് വരെ 400 to 700 നാനോമീറ്റർ. ഇനി UV വരുന്ന അൾട്രാ വയലറ്റ് അല്ലേ? അപ്പോൾ അൾട്രാ വയലറ്റ് എന്ന് പറയുമ്പോൾ വയലറ്റിനും വയലറ്റിന് മുകളിലാണ്. അപ്പം വയലറ്റിന് മുകളിൽ എന്ന് പറയുമ്പോൾ വയലറ്റ് തുടങ്ങുന്നത് 400. അപ്പോൾ അൾട്രാ വയലറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഏകദേശം 190 to 400 വരെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് UV വിസിബിളിൻ്റെ ആ റേഞ്ച് പറഞ്ഞാലോ എങ്ങനെയായിരിക്കും? 190 to 700 വരെ അല്ലേ? ഒരു കറക്റ്റ് വാല്യൂ പറഞ്ഞാൽ 200 to 700 വരെ. ഓക്കെ, മറക്കരുത്, UV വിസിബിൾ സ്പെക്ട്രോ ഫോട്ടോമീറ്ററിൽ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഉപയോഗിക്കുന്നു. അതിൻ്റെ വേവ് ലെങ്ത് ഏത് റേഞ്ചിലാണ് വീഴുന്നത്? 200 to 700 നാനോമീറ്റർ വരെയാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം കണ്ടെത്താൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. എന്തായിരിക്കും ഉത്തരം? ഓപ്ഷൻ ബി 200 to 700 നാനോമീറ്റർ. മറക്കരുത്, വിസിബിൾ സ്പെക്ട്രത്തിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 400 to 700 നാനോമീറ്റർ ആണ്. അൾട്രാവയലറ്റിൻ്റെ റേഞ്ച് 190 to 400 ആണ്. അപ്പോൾ രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഉത്തരം എന്തായിരിക്കും? ദാറ്റ് ഈസ് ഓപ്ഷൻ ബി 200 to 700 നാനോമീറ്റർ. Let us move to the next question. Which of the following is not an area of cryobiology? Option A, cold hardness. Option B, cryopreservation. Option C, lyophilization. Option D, hypothermia. The term cryobiology derived from two terms or words, that is cryo and biology. What do you mean by cryo? Cryo means to freeze. That is something related to low temperature. Okay. Cryobiology literally means study of life at low temperature. ഓക്കെ, നിങ്ങൾ ഏത് വാക്കിൻ്റെ കൂടെ ക്രയോ വന്നു കഴിഞ്ഞാലും സംതിങ് റിലേറ്റഡ് ടു ലോ ടെമ്പറേച്ചർ എന്ന് മനസ്സിലാക്കണം. ഓക്കെ, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വാക്കുകൾ നോക്കിയാൽ ക്രയോജെനിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ആൻഡ് എഞ്ചിനീയറിംഗ് ദാറ്റ് സ്റ്റഡീസ് ദ പ്രൊഡക്ഷൻ ആൻഡ് യൂസ് ഓഫ് വെരി ലോ ടെമ്പറേച്ചർ. ഓക്കെ, പലപ്പോഴും നമ്മൾ ഈ ക്രയോജനിക്സ് എന്ന വാക്കും ക്രയോണിക്സ് എന്ന വാക്കും നമ്മൾ ഒന്നാണെന്ന് വിചാരിക്കും. പക്ഷേ വ്യത്യാസമുണ്ട്. ക്രയോണിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് എ ലോ ടെമ്പറേച്ചർ പ്രിസർവേഷൻ ഓഫ് ഹ്യൂമൻ ആൻഡ് മാമൽസ് വിത്ത് ദ ഇൻറ്റൻഷൻ ഓഫ് ഫ്യൂച്ചർ റിവൈവൽ. ഓക്കെ, ലോ ടെമ്പറേച്ചറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പിന്നെ ഹ്യൂമൻസിനെയും മറ്റുള്ള മാമൽസിനെയും സൂക്ഷിക്കുന്നതാണ് ക്രയോണിക്സ് എന്ന് പറയുന്നത്. ഇനി ക്രയോ പ്രിസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ ടെക്നോളജി വെയർ ബൈ സെൽസ്, ഹോൾ ടിഷ്യൂ ഓർ എംബ്രിയോസ് ആർ പ്രിസർവ്ഡ് ബൈ കൂളിംഗ് ടു ടെമ്പറേച്ചർ ബിലോ ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ.
ഓക്കെ, ക്രയോബയോളജിയിൽ വരുന്ന ഒരു സബ് കാറ്റഗറി തന്നെ, ഒരു ഏരിയ തന്നെയാണ് ക്രയോ പ്രിസർവേഷൻ. അവിടെ നമ്മൾ വളരെ ലോ ടെമ്പറേച്ചറിൽ നമ്മൾ ടിഷ്യൂവിനെയും ചില ഓർഗനെയും സെൽസിനെയൊക്കെ നമ്മൾ പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ആ ലോ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിലോ ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ആണ്. Okay, these are the main areas of cryobiology. First one is the cold hardness. Okay, study of cold adaptation of microorganisms, plants as well as animals, including both invertebrates and vertebrates, can be called as what? Cold hardness. Okay, cold hardness നമ്മൾ ആനിമൽസിൻ്റെയും പ്ലാന്റ്സിൻ്റെയും മൈക്രോ ഓർഗാനിസിൻ്റെ കോൾഡ് അഡാപ്റ്റേഷനാണ് പഠിക്കുന്നത്. അതിൽ നമുക്കറിയാമല്ലോ ആനിമൽസ് കാണിക്കുന്ന, നമ്മുടെ പോളർ റീജിയനിലുള്ള ആനിമൽസ് കാണിക്കുന്ന ഹൈബർനേഷൻ, ശിശിരനിദ്ര എന്ന് പറയും അല്ലേ, അതൊക്കെ ഈ കാറ്റഗറിയിലാണ്, ഈ ഏരിയയിലാണ് വരുന്നത്. ഓക്കെ, രണ്ടാമത്തെ നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്ന ക്രയോ പ്രിസർവേഷൻ, സെല്ലിനെയും ടിഷ്യൂവിനെയും ഗ്യാമേറ്റിനെയും ഓർഗനെയൊക്കെ, അത് അനിമലിന് ഒറിജിൻ ആയാലും ശരി, ഹ്യൂമൻ ഒറിജിൻ ആയാലും ശരി, അതിനെ ഫ്രീസിങ് പോയിൻറ്റിനേക്കാൾ താഴ്ന്ന ടെമ്പറേച്ചറിൽ നമ്മൾ പ്രിസർവ് ചെയ്യുന്ന ടെക്നിക്ക് വിളിക്കുന്നവരാണ് ക്രയോ പ്രിസർവേഷൻ ടെക്നിക്. ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഏരിയാസ് ഓഫ് ക്രയോബയോളജി. ഓക്കെ, പക്ഷേ അതിനുവേണ്ടി നമ്മൾ ചില കെമിക്കൽസ് ഉപയോഗിക്കണം. ആ കെമിക്കൽസിനെ വിളിക്കുന്ന പേരാണ് ക്രയോപ്രൊട്ടക്റ്റൻസ്, മറക്കരുത്. ഓക്കെ, അടുത്ത നോക്കി മൂന്നാമത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത് പ്രിസർവേഷൻ ഓഫ് ഓർഗൻസ് അണ്ടർ ഹൈപ്പോതെർമിക് കണ്ടീഷൻ ഫോർ വേരിയസ് ട്രാൻസ്പ്ലാന്റേഷൻ. ഓക്കെ, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി ഓരോ ഓർഗനും ഓരോ പർട്ടിക്കുലർ ലോ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, അത് വളരെ വലിയൊരു വാസ്റ്റ് ഏരിയയാണ്. അതും നമ്മുടെ ക്രയോബയോളജി തന്നെയാണ് വരുന്നത്. അതൊരു മെഡിക്കൽ ആസ്പെക്റ്റ് ആണ്. ദെൻ അടുത്ത് നോക്കിയത് നമ്മുടെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഉണ്ടായിരുന്ന ഒരു ടേമാണ് നമ്മുടെ കോൾഡ് ഹാർഡ്നെസ്സിനെ പോലെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്ന ടേമായിരുന്നു ലിപ്പോഫിലിസേഷൻ. എന്താ? ഫ്രീസ് ഡൈയിങ് എന്നാണ് പറയുന്നത്. ഫ്രീസ് ഡൈയിങ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽസ്. ഓക്കെ, മരുന്നുകളുടെയൊക്കെ എന്താണ് ലോ ടെമ്പറേച്ചർ സൂക്ഷിക്കുക, ക്രയോ സർജറി ചെയ്യുക, ഇതൊക്കെയാണ് അതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ലിപ്പോഫിലിസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലിപ്പോഫിലിസേഷൻ്റെ വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഫ്രീസ് ഡ്രൈയിങ് എന്നാണ്. വളരെ ലോ ടെമ്പറേച്ചറിൽ നമ്മൾ ഫാർമസ്യൂട്ടിക്കൽസിനെയും പലതരത്തിലുള്ള മോളിക്യൂൾസിനെയും നമ്മൾ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കും. ഓക്കെ, അതിന് ഫ്രീസ് ഡ്രൈയിങ്, നല്ല തണുത്ത ലോ ടെമ്പറേച്ചറിൽ അത് ഡ്രൈ ആയിട്ടിരിക്കാൻ വിളിക്കുന്ന പേരാണ് ഫ്രീസ് ഡ്രൈയിങ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഫിസിക്സ് ഓഫ് സൂപ്പർ കൂളിംഗ്, ഐസ് ന്യൂക്ലിയേഷൻ, ഗ്രോത്ത് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആസ്പെക്ട്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഡ്യൂറിങ് കൂളിംഗ് ആൻഡ് വാർമിംഗ് ആസ് അപ്ലൈഡ് ടു ബയോളജി സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഈ സൂപ്പർ കൂളിംഗ് എന്ന് പറഞ്ഞാൽ വളരെ എന്താണ് ലോ ടെമ്പറേച്ചറിൽ ചില പ്രത്യേക കണ്ടീഷനിൽ നമുക്ക് തണുപ്പിക്കേണ്ടതായിട്ട് വരും. അതിനെ വിളിക്കുന്ന പേരാണ് സൂപ്പർ കൂളിംഗ്. ഓക്കെ, അപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുക. ഇതൊക്കെ ക്രയോ ബയോളജിയിൽ വരുന്നതാണ്, മറക്കരുത്. ക്രയോബയോളജി വരുന്ന ഏരിയകൾ ഏതൊക്കെയാണ്? ഒന്ന് കോൾഡ് ഹാർഡ്നെസ്, രണ്ടാമത്തത് എന്നറിയപ്പെടുന്ന ക്രയോ പ്രിസർവേഷൻ, മൂന്നാമത്തത് എന്താണ് ട്രാൻസ്പ്ലാന്റേഷൻ, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി പ്രിസർവ് ചെയ്യുക, ദെൻ ലിപ്പോഫിലിസേഷൻ, പിന്നെ സൂപ്പർ കൂളിംഗ്. ഓക്കെ, ഇനി ഈ ക്വസ്റ്റിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ ശ്രമിച്ചത് നിങ്ങൾക്ക് ഇനി മനസ്സിലായി കാണോ ആൻസർ ഏതാണെന്ന്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് ആൻ ഏരിയ ഓഫ് ക്രയോബയോളജി? കോൾഡ് ഹാർഡ്നെസ് ആണ്, ക്രയോ പ്രിസർവേഷൻ അതിൻ്റെ ഒരു ഏരിയയാണ്, ലിപ്പോഫിലിസേഷനും ക്രയോബയോളജിയുടെ ഏരിയയാണ്. നല്ല ഹൈപ്പർ തെർമിയ നമ്മൾ പഠിച്ചിട്ടില്ല അല്ലേ? ആ പേര് തന്നെ ഉണ്ട്, ഹൈപ്പർ മീൻസ് ഹൈ എന്നാണ്, തെർമിയ മീൻസ് ഹൈ ടെമ്പറേച്ചർ ട്രീറ്റ്മെൻറ്റ്. the utilization of high temperature for various aspects, അതാണ് ഹൈപ്പർതെർമിയ എന്ന് വിളിക്കുന്നത്. ഹൈ ടെമ്പറേച്ചർ ട്രീറ്റ്മെൻറ്റ് എന്നും പറയാം. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധമില്ലാത്തതാണ്. ഇവിടെ എല്ലാം ക്രയോ മീൻസ് വാട്ട്, ലോ ടെമ്പറേച്ചറാണ്. പക്ഷേ ഹൈപ്പർതെർമിയ മീൻസ് ദ ടേം വിച്ച് ഇൻഡിക്കേറ്റ്സ് ഹൈ ടെമ്പറേച്ചർ. സോ ഇതിലേറ്റവും കറക്റ്റ് ആൻസർ ഏതാണ്? ഇതിൽ വരാത്തത് ക്രയോബയോളജി, ഓപ്ഷൻ ഡി, ഹൈപ്പർതെർമിയ. ഓക്കെ, നമുക്ക് ക്രയോബയോളജി ലോ ടെമ്പറേച്ചർ റിലേറ്റഡ് ആണെന്ന് അറിഞ്ഞാൽ കൂടി നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റും. ഏതായിരിക്കും ഇതിൽ വരാത്തത്? ഹൈപ്പർതെർമിയാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് 85 മുതൽ 90 വരെയുള്ള ക്വസ്റ്റ്യൻ പൂർത്തീകരിച്ചു, അത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് 10 ക്വസ്റ്റ്യൻ കൂടെ ബാക്കിയുള്ളൂ, അത് ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക, സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ബൂസ്റ്റ് അപ്പ് യുവർ പ്രിപ്പറേഷൻ ആൻഡ് സ്റ്റേ സേഫ്. Thank you.